ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയല്ലേ? അപ്പോൾ രാവിലെ തന്നെ ഭയങ്കര എന്താ പറയുക എക്സസൈസിലാണ് കേട്ടോ. ഞാൻ രാവിലെ തന്നെ ചപ്പാത്തി ഉണ്ടാക്കാനുള്ള പരിപാടികളിലായിരുന്നു. അപ്പോൾ മിക്ക ദിവസവും മാറ്റി മാറ്റി പിടിക്കും. കൂടുതൽ ദിവസങ്ങളിലും പുട്ടാണ് എങ്കിലും ഇടയ്ക്ക് ഇഡ്ഡലിയും ദോശയും ചപ്പാത്തിയും വെള്ളയപ്പവും അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ ചില ദിവസം കല്യാണിക്ക് നൂലപ്പം വേണമെന്ന് പറയും. അപ്പോൾ അങ്ങനെയും ഒക്കെ ആയിട്ട് ഇങ്ങനെ മാറ്റി മറിച്ചൊക്കെ പോകണം ഓരോ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റുകളൊക്കെ. അപ്പോൾ കണ്ണന് ചപ്പാത്തി ഇഷ്ടമാണ് കേട്ടോ. പാലിൽ ഇങ്ങനെ കുതിർത്തിയൊക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചൊക്കെ അവൻ കഴിക്കും. അതുകൊണ്ട് എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ഇഷ്ടമാണ്. അവൻ കഴിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാക്കാനാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. കാരണം അത് അവനും കൂടെ കഴിക്കും എന്നുള്ളതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ മനസ്സിന് സന്തോഷമാണല്ലോ. അപ്പോൾ കല്യാണിക്ക് അത് ഭയങ്കര പരാതിയൊക്കെയാണ്. കണ്ണൻ ചേട്ടന് ഇഷ്ടമുള്ളത് ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ ചില ദിവസങ്ങളിൽ കല്യാണിയുടെ ഇഷ്ടം നോക്കിയിട്ട് ഞാൻ നൂലപ്പമൊക്കെ ഉണ്ടാക്കേ. പക്ഷെ നൂലപ്പം കണ്ണന് ഇഷ്ടമാണ്, പക്ഷെ അവന് കഴിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അവനിങ്ങനെ ഒരു ബുദ്ധിമുട്ടിങ്ങനെ ചുമയൊക്കെ വരും കഴിക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കൊക്കെ കല്യാണിയുടെ ഇഷ്ടം നോക്കിയിട്ട് കല്യാണിയുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കും. പക്ഷേ കണ്ണൻ പരിഭവമൊന്നും പറയാത്തത് കാരണം പരിഭവങ്ങൾ മുഴുവൻ പറയുന്നത് കല്യാണിയാണ് കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാലേ കല്യാണിക്ക് അത് വെള്ളിയാഴ്ചയിലത്തെ വിശേഷമാണ് കേട്ടോ. വെള്ളിയാഴ്ച എല്ലാവർക്കും എല്ലാ സ്കൂളിലും ഓണം സെലിബ്രേഷൻ ആയിരുന്നല്ലോ. അപ്പോൾ കല്യാണിക്ക് ലഞ്ച് കൊണ്ടുപോകണ്ടായിരുന്നു. അവിടെ നിന്നായിരുന്നു ഫുഡ്, സദ്യ ഇല്ലായിരുന്നു. അപ്പോൾ അത് അവിടെ നിന്നായിരുന്നു. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം കൊണ്ടുപോയാൽ മതിയായിരുന്നു. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കിയെങ്കിലും കൂടെ ചപ്പാത്തി അല്ലാന്ന് തോന്നുന്നു അവൾ കൊണ്ടുപോയത്. വേറെ എന്തോ ആണല്ലോ കൊണ്ടുപോയത്, എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ ചപ്പാത്തി ആൾക്ക് കടിക്കാൻ പറ്റണില്ല, പല്ലുവേദനയാണ്, ഭയങ്കര ഭയങ്കര ന്യായീകരണങ്ങളൊക്കെയാണ്. അപ്പോൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി അവൾക്ക് ചോറ് കൊണ്ടുവേണ്ടാത്തത് കാരണം ഞാനും കുറച്ച് ലൈറ്റായിട്ടാണ് എണീറ്റതൊക്കെ. അപ്പോൾ അവളെന്തോ മാതള നാരങ്ങയുടെ ജ്യൂസ് കുടിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മാതള നാരങ്ങയും ഇതുപോലെ കൊടുക്കുമ്പോൾ ഇഷ്ടമില്ലാത്തതുപോലെ ഇപ്പോൾ പറയുന്നത് അതിൻ്റെ മണി കടിക്കാൻ പറ്റുന്നില്ല, കുരു കടിക്കാൻ പറ്റുന്നില്ല. ആളുടെ പല്ലുകളൊക്കെ ഭയങ്കര പ്രശ്നമാണ്, എല്ലാത്തിൻ്റെ മോട്ടയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ആൾക്ക് അങ്ങനത്തെ ഇത്തിരി ഹാർഡായിട്ടുള്ളതൊക്കെ കഴിക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, മാതള നാരങ്ങ ജ്യൂസ് ആക്കിയിട്ട് കൊടുത്തപ്പോൾ അത് ജ്യൂസായിട്ട് അവൾ കുറച്ച് കുടിച്ചു കേട്ടോ. പിന്നെ ആളുടെ ഒരുക്കങ്ങളാണ്. ഇന്നിപ്പോൾ പട്ടുപാവാടയൊക്കെ ഇട്ട് പോകണം. അപ്പോൾ ഒരുക്കങ്ങളാണ്. അപ്പോൾ അവൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഓടിച്ചെന്ന് ഞാൻ മേടിച്ചു. കാരണം ആൾ മേക്കപ്പിന് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഇന്ന് തേച്ചരയ്ക്കാനേ നേരം ഉണ്ടാവുള്ളൂ. കാരണം ആളുടെ കയ്യിൽ കൺമഷി ഐലൈനറും എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ കിട്ടിക്കഴിഞ്ഞാൽ ഒക്കെ മുഖത്തെടുത്ത് വാരി തേച്ചിട്ട് ഭൂതത്താൻ്റെ പോലെയൊക്കെ നിൽക്കും. ഈ വണ്ടി വരാറായിട്ടുണ്ട്. 8:15 ആയപ്പോഴാണ് 8:10 8:15 ആയപ്പോഴാണ് ഒരുങ്ങാൻ നിൽക്കുന്നത്. 8:30 വണ്ടി വരും. അപ്പോൾ ഈ നേരത്തെ അവൾ കൺമഷിയൊക്കെ വാരി തേച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല പണി കിട്ടും. പിന്നെ ഞാനത് തേച്ചരയ്ക്കാൻ എനിക്ക് നേരം ഉണ്ടാവുള്ളൂ. അപ്പോൾ ആൾ ഒരുങ്ങാൻ പോടുന്ന് കണ്ടപ്പോഴേക്കും അടുക്കളയിലത്തെ പണികളൊക്കെ അവിടെ ഇട്ടിട്ട് ഞാൻ ഓടി. അല്ലാന്നുണ്ടെങ്കിൽ ഇന്ന് എനിക്ക് ഉരയ്ക്കൽ തന്നെയായിരിക്കും രാവിലെ പണി ഉണ്ടാവുക. അപ്പോൾ വേഗം ഞാൻ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് നിന്നു. അല്ലാത്ത ദിവസങ്ങളിൽ രാവിലെയൊക്കെ ഇപ്പം സ്കൂളില്ലാത്ത ദിവസങ്ങളാണെങ്കിൽ കുളി കഴിഞ്ഞിട്ട് ആളുടെ ഒരു മേക്കപ്പിന് വരലുണ്ട്. ഈ ചാന്തും പൊട്ടും മുഖത്ത് എന്താ പറയുക, കഥകളിക്ക് വേഷം കെട്ടിയതുപോലെ ആയിരിക്കും മുഖമൊക്കെ ഇരിക്കുന്നുണ്ടാവുക. പിന്നെ ഓയിൽ കൊണ്ടുവന്ന് തേച്ചരക്കലൊക്കെയാണ് എൻ്റെ പണി. അവളുടെ ടർക്കിയിലുണ്ടാവല്ലോ ഒക്കെ അതൊക്കെ തേച്ച് വെച്ച് ഇവിടുത്തെ മിക്ക തോർത്തിലുണ്ടാവലിലൊക്കെ കരി കാണാം. ഇങ്ങനെ ഒക്കെ മുഖത്തൊക്കെ തേച്ച് അങ്ങനത്തെ കുഞ്ഞു കുറുമ്പുകളൊക്കെയാണ് അവളുടെ കയ്യിലുള്ളത്. അപ്പോൾ നൊരുങ്ങി പോകേണ്ടത് കാരണം ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പം ഞാൻ കണ്ണൻ്റെ അടുത്ത് കണ്ണന് കർട്ടൻ നീക്കിയിട്ട് കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാട്ടോ, ഇങ്ങനെ ജനലേക്കൂടെ നോക്കി കിടക്കാനായിട്ടേ. പക്ഷെ അവിടെ നിന്ന് വെയിലടിക്കുന്നുണ്ടായിരുന്നു രാവിലത്തെ ആ വെയിൽ. അപ്പോൾ ചിലപ്പോൾ ഞാൻ മുഖത്തേക്ക് വെയിലടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടും നീക്കി കൊടുക്കാറുണ്ട് കേട്ടോ. നല്ലതല്ലേ, രാവിലത്തെ വെയിൽ മുഖത്തേക്കൊക്കെ അടിക്കുന്നത് നല്ലതാണല്ലോ. അപ്പോൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തും കൊടുക്കാറുണ്ട് കേട്ടോ അവന്. ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു. ഒരു 8:20 ആയപ്പോഴാണ് കല്യാണി പറയുന്നത്. കല്യാണിയുടെ ടീച്ചറുടെയും കൂടെ ഒരു ഫോട്ടോ ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവർ രണ്ടാളുടെയും കൂടെ പിക്ക് എൻ്റെ കയ്യിലില്ല. പിന്നെ ടീച്ചർ ഇടയ്ക്കൊക്കെ വല്ല സ്റ്റാറ്റസും DP ഒക്കെ ഇടുന്ന ഒരു ഫോട്ടോ ഒക്കെ വെച്ച് രണ്ടാളെയും കൂടെ ഞാൻ എടുത്തൊക്കെ ആക്കി നിർത്തി ഞാനിങ്ങനെ സ്റ്റെൻസിലായിട്ടായിട്ട് വരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിങ്ങനെ ടീച്ചർക്ക് ഫോട്ടോ ഫോണിൽ കാണിച്ചൊക്കെ കൊടുത്തപ്പോൾ ടീച്ചർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. അമ്മ എനിക്കതൊന്ന് ഫ്രെയിം ചെയ്ത് താമ ഭയങ്കര പരിഭവങ്ങളാണ് ചില സമയത്ത്. ഞാൻ കണ്ണൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ വരച്ച് ഫ്രെയിം ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫോട്ടോസ് നമ്മൾ എഡിറ്റ് ചെയ്ത് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കല്യാണിയുടെ അങ്ങനെ ഇല്ലയെന്ന് തോന്നുന്നു, അങ്ങനെ ചെയ്തില്ല. ഞാനൊക്കെ പരീക്ഷണങ്ങൾ ഞാൻ പറയാറുണ്ടല്ലോ, കണ്ണൻ്റെ ഫോട്ടോ വേണം എൻ്റെ എല്ലാ പരീക്ഷണങ്ങളും. അപ്പോൾ അത് ഭയങ്കര പരിഭവമായിരുന്നു. മറ്റേ LED ബൾബൊക്കെ വെച്ചിട്ട് ഫ്രെയിമൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കണ്ണൻ്റെ മയിൽപ്പീലേക്ക് വെച്ചിട്ട്. അപ്പോൾ അത് കുറേ നാളായി എൻ്റെ അടുത്ത് പറയണം, അമ്മ എനിക്കും അങ്ങനത്തെ ചെയ്തതാ. ഞാൻ ജസ്റ്റ് അതങ്ങനെ വെക്കണം എന്ന് വെച്ചിട്ട് ചെയ്തതല്ല, എൻ്റെ ഒരു പരീക്ഷണമായിരുന്നു. അത് ഭംഗിയാവുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതും കുറച്ച് നാളായി എൻ്റെ അടുത്ത് പറയണം അത് ഫ്രെയിം ചെയ്തതാണ്. അപ്പോൾ എൻ്റെ കയ്യിലാണെങ്കിൽ ഞാൻ ഈ സ്റ്റെൻസിലായിട്ട് ചെയ്തിട്ട് സെയിൽ ചെയ്തിരുന്നത് കാരണം എൻ്റെ കയ്യിൽ ഫ്രെയിംസ് ഉണ്ടായിരുന്നേ.
അപ്പോൾ ഞാൻ അത് ഫ്രെയിം ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കല്യാണിക്ക് ഇഷ്ടമല്ലേ അവളുടെ ടീച്ചറുടെ ഫോട്ടോ ഒക്കെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ആൾക്കതൊരു സന്തോഷമല്ലേ. പിന്നെ എന്തായാലും സന്തോഷമുള്ളൊരു ദിവസമല്ലേ, കൊണ്ടുപോയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ആ നേരെ ഒരു 10 മിനിറ്റ് ഇല്ല 25 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ സത്യം പറഞ്ഞാൽ ഞാൻ ഓട്ടപ്പാച്ചിലാണ് കേട്ടോ, ഓടിയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ കല്യാണി കൈയിട്ട് വരാൻ വരുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. പക്ഷേ നല്ലൊരു ദിവസം ആയതുകൊണ്ട് ദേഷ്യപ്പെടണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ എല്ലാ വികാരങ്ങളും കൺട്രോൾ ചെയ്തിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ വേഗം അതൊന്ന് സെറ്റാക്കി എടുത്തു കേട്ടോ. എനിക്ക് സന്തോഷമായിട്ട് അതങ്ങനെ കണ്ടപ്പം. എനിക്ക് അവിടെ എത്തുമെന്നുള്ളത് ഉറപ്പുണ്ടായിരുന്നില്ല, കാരണം അത് ഫ്രെയിം ചില്ലായത് കാരണേ കല്യാണി അതവിടെ എത്തിക്കുമോ എന്നുള്ളത് എനിക്ക് സംശയമായിരുന്നു. പക്ഷേ അവിടെ എത്തിയെന്ന് തന്നെയാണ് കേട്ടോ ഞാൻ അറിഞ്ഞത്. പിന്നെ ടീച്ചറെ അടുത്ത് ചോദിച്ചപ്പോൾ സാധനമൊക്കെ കൊണ്ട് കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ ആക്കി കൊടുത്തപ്പോൾ കല്യാണി ഭയങ്കര ഹാപ്പി ആയിട്ട്. പിന്നെ അപ്പോഴേക്കും ഞങ്ങൾ ഇറങ്ങാൻ നിന്നപ്പോഴാണ് ഞാൻ കല്യാണിയുടെ അടുത്ത് പറയുന്നത്, കല്യാണി കണ്ണൻചേട്ടൻ്റെ അടുത്ത് പോയി പറയേ, എന്തിങ്ങനെ വിശേഷങ്ങളായിട്ട് പോവുകയാണെങ്കിലും കണ്ണൻചേട്ടനെ കണ്ടൊരു ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ ആൾ ഇറങ്ങാറുള്ളത്. അപ്പോൾ ഞാൻ കണ്ണൻചേട്ടൻ്റെ അടുത്ത് പറയും, പോവാണെന്ന് പറയും, ഓണാഘോഷമാണെന്ന് പറയും, പായസം കുടിച്ചിട്ട് വരാമെന്ന് പറയും, ഇതൊക്കെ പറഞ്ഞു. അതൊന്നും കേൾക്കുമ്പോൾ അവിടെ വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല കേട്ടോ, കാരണം ആൾക്ക് പായസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജീവനാണേ. അപ്പോൾ ഞാൻ വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഓണത്തിന് പായസമൊക്കെ വെക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നൊക്കെ വിചാരിച്ച്. വേറെ ഓണാഘോഷം കണ്ണൻ്റെ സ്കൂളിലും ഇന്നേ ദിവസമായിരുന്നു ഓണാഘോഷം. പക്ഷെ എനിക്ക് ചേട്ടനാണെങ്കിൽ രാവിലെ 5:30 ജോലിക്ക് പോയി, 5:30 വെളുപ്പിന് പോവാളെ. അപ്പോൾ പിന്നെ ആരും ഇല്ലേ കൊണ്ടുപോകാനായിട്ട്, പിന്നെ ഓട്ടോയൊക്കെ വിളിച്ച് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പണ്ടത്തെ പോലെ ഞാൻ എനിക്ക് ആദ്യമൊക്കെ എന്ന് പറഞ്ഞെങ്കിൽ എന്തിനൊരു ധൈര്യമായിരുന്നു. ഇപ്പോൾ കണ്ണനിങ്ങനെ എടുക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ പെയിനൊക്കെ ഉള്ളത് കാരണേ അങ്ങനെയൊന്നും എനിക്കൊരു ധൈര്യം ഇല്ലാത്തതുപോലെ. പിന്നെ നമ്മളിങ്ങനെ പ്രായമായൊക്കെ അല്ലേ വരുന്നത്, കുറേ ഇങ്ങനെ ഒരു ധൈര്യക്കുറവ് ചില സമയത്തൊക്കെ എനിക്കിങ്ങനെ തോന്നും. അപ്പോൾ ഞാൻ വിചാരിച്ച് വേണ്ട, പോണ്ട. പിന്നെ പണികളും ഉണ്ട് ഒരുപാട്, പിന്നെ കണ്ണൻ്റെയും കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പം ഞാൻ എന്തായാലും പോവണില്ല എന്ന് വിചാരിച്ചു. ഇവിടെ കവറൊക്കെ എനിക്കണ് കേട്ടല്ലോ, ഞാൻ ഇതാണോ ഈ കവറാണോ എനിക്ക്? കല്യാണി ചേച്ചി പോയി ഇതാര സോക്സ് ഊരിയ കണ്ണൻ ഇന്ന് രാവിലെ കിടക്കണൊക്കെ എടുത്തി കാണായിരുന്നു കേട്ടോ. കാലൊക്കെ ഇങ്ങനെ പൊക്കി വെച്ചിട്ട് ഭയങ്കര സിനിമ സ്റ്റൈലിലൊക്കെ ആയിരുന്നു കിടക്കണ്ടായിരുന്നു അല്ല കണ്ണൻ്റെ കാല് ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര പ്രശ്നമായിട്ടായിരിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്താ അവസ്ഥന്ന്. നമ്മ ഇങ്ങനെ ട്രൗസർ ഇടാൻ വേണ്ടിയിട്ടേ ട്രൗസർ ഇടിച്ചു കൊടുക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ എന്ന് പറയില്ലേ. നമുക്ക് 2 കാലൊന്ന് അകന്ന് കിട്ടിയാലല്ലേ ട്രൗസർ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ഈ മസിൽ ഇങ്ങനെ ഇരുന്ന് ടൈറ്റായി. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോപ്പറായിട്ട് ഫിസിയോതെറാപ്പി കൊടുത്തിരുന്നില്ല. 2 വർഷം നമ്മൾ പ്രോപ്പറായിട്ട് ഫിസിയോതെറാപ്പി കൊടുത്തിരുന്നില്ല. 8 വയസ്സ് വരെ ഞാൻ കറക്റ്റായിട്ട് കൊടുത്തു. ഇത്ര വലിയ ടൈറ്റ്നസ്സും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ചെറിയ ക്രോസ് ആവലുണ്ടായിരുന്നു, അതിന് നമ്മളന്ന് സർജറി ചെയ്തു. സർജറി ചെയ്തിട്ട് കുറച്ച് നാളെ ഞാൻ ഫിസിയോതെറാപ്പിക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഈ 2 വർഷം കൊണ്ട് ഉണ്ടായ പ്രശ്നമാണ്. ഇപ്പോൾ ഇവന് എന്താ പറയുക, ഭയങ്കര പെയിനാണ്. നമ്മൾ ട്രൗസർ ഞാനിപ്പോൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഇങ്ങനെ അകന്ന് കിട്ടില്ല ട്രൗസർ ഇടിക്കണമെങ്കിൽ നമുക്ക് എന്തോരം ബലം പിടിച്ചിട്ടാണെന്നറിയോ ഞാൻ ട്രൗസറൊക്കെ ഇടിക്കുന്നത്. ട്രൗസർ നമ്മൾ ഇടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് അകന്ന് കിട്ടേണ്ടത്. ഇപ്പം ഇങ്ങനെ ആക്കി കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ കിട്ടും. അത് കഴിയുമ്പോൾ ആക്കുമ്പോൾ അവന് പെയിനാണ്. ഇന്നലെ നൈറ്റൊക്കെ നമ്മുടെ മറ്റേ അഡാപ്റ്റർ ഉണ്ടല്ലോ നമ്മൾ ഉണ്ടാക്കിച്ചത്, അങ്ങനെയൊക്കെയല്ലേ, ആ അഡാപ്റ്ററൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ അവൻ നൈറ്റിൽ ഉറങ്ങിയതിന് ശേഷം അങ്ങനെയൊക്കെയാണ് ഞാൻ ഇതാക്കാറ്. എന്നാലും ഞാൻ കണ്ണൻ്റെ അടുത്ത് ഉറങ്ങണതിൽ മുൻപ് തന്നെ ഞാൻ പറഞ്ഞു, കണ്ണ പറ്റില്ല, നമുക്ക് അത് ഇടണം. ഇടാണ്ടിരുന്ന് കഴിഞ്ഞാൽ കുഞ്ഞുകാലമൊന്നും നമുക്ക് നടക്കലും ഇരിക്കലും ഒന്നും അല്ലെങ്കിൽ പോലും ട്രൗസർ ഇടാനായിട്ട് അകന്ന് കിട്ടണ്ടേ, അതുപോലും പറ്റാത്ത അവസ്ഥയിലേക്ക് പോയിട്ട കുഞ്ഞു കണ്ണാന്നൊക്കെ പറഞ്ഞണ്ട. ആൾക്ക് എല്ലാവരുടെയും പെയിനാണ് നമ്മളിങ്ങനെ എടുക്കുമ്പോൾ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞത് ഹിപ്പിൻ്റെ അവിടെ ഇവിടുത്തെ എല്ലിങ്ങനെ ഉള്ളിലേക്ക് തള്ളിപ്പോയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തോ ഒരു സംഭവം കണ്ട, ഞാൻ ഇവിടെയൊക്കെ പിടിക്കുമ്പോൾ കണ്ടാവും ഞെട്ടുന്നു. ഓരോ പൊസിഷനിലേക്ക് മാറ്റുമ്പോഴും കാലിൻ്റെ ഭാഗം വരുമ്പോൾ ആളൊരു ഞെട്ടലും വിറയ്ക്കലും പേടിയല്ല പെയിനാണ് വരുന്നത് അവിടെ. അങ്ങനെയൊക്കെയാണ് ആളുടെ. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ അഡാപ്റ്റർ ഇട്ട് കൊടുത്തിട്ട് അഡാപ്റ്റർ ആള് കണ്ട ആ കാലൊക്കെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആകുമ്പോൾ ആൾക്കൊരു ഞെട്ടൽ വരുന്നത് വേണ്ട. അഡാപ്റ്റർ ഇട്ട് കൊടുത്തിട്ടാണെങ്കിൽ അതിലാൾ കാല് മര്യാദയ്ക്ക് വെക്കില്ല. അവനെപ്പോഴും ഇങ്ങനെ അവൻ്റെ കംഫർട്ടൊക്കെ ഉണ്ട. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ പേടിക്കുന്നുണ്ട, ഞെട്ടുന്നുണ്ട. അങ്ങനെ അവന് നിർത്താൻ പറ്റുന്നില്ല. നിർത്ത് കണ്ട, നിർത്തുമ്പോഴൊക്കെ അവന് വേദനയാ, നല്ല വേദന. പക്ഷെ വേദന എടുത്താലും ഞാൻ കാണിക്കുമ്പോൾ അവർക്ക് അറിയില്ല കേട്ടോ.
കണ്ട ഞാൻ കാണിക്കുമ്പോൾ ചിരിക്കുള്ളൂ കരയാൻ പോവാന്ന്. വേറെ തെറാപ്പിസ്റ്റ് അങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ കരയേ. പക്ഷെ ആൾക്ക് ഇങ്ങനെ എല്ലാവരുടെയും പെയിനായി മൊത്തം ഇല്ല ഞാനാക്കുമ്പോ ആൾക്ക് പെയിനാണെങ്കിൽ ആളത് ചിരിച്ചെടുക്കുള്ളൂ. പക്ഷെ നമുക്കറിയാം ഇങ്ങനെ ഒരു ഇത് വരുമ്പോഴേ നമുക്കറിയാം ആ ഭാഗത്ത് നമുക്ക് ചിലപ്പോൾ എവിടെയെങ്കിലും കുളത്തി പിടിക്കുക എങ്ങനെയൊക്കെ ചെയ്യും നമ്മൾ നമുക്കൊരു ഞെട്ടല് വരില്ലേ, അതുപോലെയാണ് ആൾക്ക് കാലിങ്ങനെ ആക്കുമ്പോൾ എവിടേക്കോ ഇങ്ങനെ. അപ്പോൾ ആരെങ്കിലുമൊക്കെ മാറിയെടുക്കുമ്പോൾ പോലും എനിക്ക് പേടിയാകും. കാരണം എനിക്ക് പിന്നെ അവൻ്റെ നേക്കറിയാൻ എങ്ങനെ പിടിക്കുമ്പോഴേ വേദനയൊക്കെ അറിയാം. പക്ഷെ വേറെ അറിയാത്ത ഒരാളെടുക്കുമ്പോൾ കണ്ടിപ്പോൾ ഈ മൂട് ഇവിടെ കുത്തിയൻ്റെയാണ് അവൾക്ക്. എന്ന് വെച്ചാൽ ഈ മൂട് ഭാഗത്തൊക്കെ ഹൈപ്പിൻ്റെ അവിടെയൊക്കെ എല്ലൊക്കെ ഇങ്ങനെ തള്ളിപ്പോയി എന്ന് തോന്നുന്നു. അത് നമ്മൾ എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിലും ഈ ഫിസിയോതെറാപ്പി എന്ന് പറയുന്നുണ്ടല്ലോ, അത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ് ഇങ്ങനത്തെ കുഞ്ഞുങ്ങൾക്ക്. നമ്മൾ പക്ഷേ ഫിസിയോതെറാപ്പി നിർത്താൻ കാരണം നമുക്ക് 8 വർഷത്തോളം ഫിസിയോതെറാപ്പി ചെയ്തിട്ടൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം അവരുടെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ അതിൻ്റെ അടുത്ത് പറയുന്നത് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഇല്ലാണ്ട് മുന്നോട്ട് പോരുന്നില്ല എന്ന്. സത്യമാണ്, ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല എന്നേ ഉള്ളൂ, പക്ഷേ ബുദ്ധിമുട്ടുകൾ ഇല്ലാണ്ട് മുന്നോട്ട് പോയി. പക്ഷെ നമ്മൾ വേറെ ഓരോടത്തേക്കൊക്കെ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യമേ, നമ്മൾ ഇങ്ങനെ വാഗ്ദാനങ്ങൾ കിട്ടുമ്പോഴാണ് നമ്മൾ ഓരോ ട്രീറ്റ്മെൻറ്റുകൾക്ക് പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് പിന്നെ ഉണ്ടാവുന്ന ഭവിഷ്യത്തുകളാണ് നമ്മൾ പിന്നെ ആലോചിക്കേണ്ടത്. ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവാതിരിക്കും, അത് പോട്ടെ, ഉള്ളതും കൂടെ പോവാന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ മനസ്സിൽ ഇത് തന്നെയാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ മുകളിലത്തെ റൂമൊക്കെ കണ്ണൻ്റെ ഫിസിയോതെറാപ്പിക്കൊക്കെ വേണ്ടി ഉള്ള രീതിയിലൊക്കെ സെറ്റാക്കിയേക്കാം. അവിടെ പോയിട്ട് ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യാനുണ്ട്. അവൻ്റെ ഒരു സാധനം നമ്മൾ അങ്ങനെ ഉപയോഗിച്ചിരുന്നില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നാണ് നമ്മൾ അറിഞ്ഞിരുന്നതേ. അപ്പോൾ ഫിസിയോ ബോളാണെങ്കിലും സ്റ്റാൻഡിങ് ഫ്രെയിം ഒക്കെ ഉണ്ട് കാണാൻ, പക്ഷെ ഒന്നും നമ്മളങ്ങനെ ഉപയോഗിച്ചിരുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല, വേറെ ഒരു എക്സ്ട്രാ ഒന്നും കൊടുക്കണ്ടെന്നൊക്കെയാണ് നമ്മളുടെ അടുത്ത് പലരും ഇങ്ങനെ പറഞ്ഞതൊക്കെ. അപ്പം നമ്മൾ ആ ഒരു ഇതിൽ പെട്ടുപോയി. ഇപ്പം നമ്മൾ അതിലും വലിയ പടലിൽ പെട്ടുപോയി എന്ന് മാത്രം. ഇതിപ്പോൾ നമ്മൾ ഇപ്പോൾ ഫുൾ ടൈം എന്ന് പറഞ്ഞത് എനിക്ക് കുറേ കാര്യങ്ങൾ എൻ്റേതായിട്ടുണ്ട്, പക്ഷെ എൻ്റേതായ കാര്യങ്ങളൊന്നുമല്ല നമുക്ക് വലുത്. നമുക്ക് അതിലൊക്കെ വലുത് കണ്ണൻ്റെ ഹെൽത്ത് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എപ്പോഴും ഞാൻ ഇതിനു വേണ്ടി സമയം കണ്ടെത്താം. കണ്ണൻകുട്ടിയുടെ കൂടെ അവൻ്റെ മസിൽസ് ബിൽഡ് ചെയ്യിപ്പിച്ചെടുക്കാനായിട്ടുള്ള ഓരോ കാര്യങ്ങളും, അവൻ്റെ ഈ എല്ലുകളും കാര്യങ്ങളൊന്നും പെയിനില്ലാണ്ട് അവന് മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഇങ്ങനെ സത്യം പറഞ്ഞാൽ ഓട്ടപ്പാച്ചിലാണ് കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കാണ്ടാണ് പല കാര്യങ്ങളും, നമ്മൾ ഓരോ സ്ഥലത്തേക്ക് ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കാണ്ട്, നമ്മൾ ഇഷ്ടപ്പെടുന്നവർക്ക് അതൊക്കെ കാണണമെന്ന് ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ അത് വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ കല്യാണി കുട്ടി പോയി ഞാൻ കാണുന്ന ഫുഡൊക്കെ കൊടുക്കട്ടെ കേട്ടോ. ഫുഡ് കഴിക്കുക. ചപ്പാത്തി ഉണ്ടാക്കിയേക്കുന്നത് കല്യാണി. അപ്പോൾ കല്യാണിയുടെ സിംഗിൾ ഫോട്ടോ എടുക്കാൻ മറന്നു, ആ ഒരു വിഷമത്തിലിരിക്കാൻ ഞാൻ. ഓട്ടപ്പാച്ചിലൊക്കെ ആയപ്പോഴേ ഇന്ന് കുറച്ച് ലൈറ്റായിട്ട് എണീറ്റത്, കാരണം ആൾക്ക് ചോറൊന്നും കൊണ്ടുപോകണ്ടെന്ന്, ലഞ്ചൊക്കെ അവിടെ നിന്ന് സ്കൂളിൽ നിന്ന് ഓണാഘോഷമല്ലേ, അപ്പോൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം കൊണ്ടുപോയാൽ മതിയായിരുന്നേ. അപ്പോൾ അതവൾ പറഞ്ഞ എന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അങ്ങനെ കൊടുത്തയച്ചു. അയ്യോ, ഇവിടെ ചപ്പാത്തി തിന്നു തുടങ്ങി, ഞങ്ങൾ ചപ്പാത്തി പോയി തിന്നിട്ടാ. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് കേട്ടോ കണ്ണനെ കുളിപ്പിക്കണം എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്ന സമയത്താണ് അച്ചാച്ചൻ വന്നത്. അച്ചാച്ചൻ തുമ്പപ്പൂവ് കൊണ്ട് വന്നതാട്ടോ. നമ്മൾക്ക് ഇവിടെ തുമ്പപ്പൂവ് കിട്ടാനായിട്ട് കുറച്ച് പാടാ. എവിടെയാണുള്ളതെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. പിന്നെ ഇവരെയൊക്കെ കൊണ്ട് പോകണ്ടേ. അപ്പോൾ നമ്മളുടെ അവിടെയാണെന്നുണ്ടെങ്കിൽ പാടവും പറമ്പൊക്കെ ആയിട്ടുള്ള സ്ഥലമൊക്കെ അല്ലേ, അപ്പോൾ അവിടെ തുമ്പപ്പൂവൊക്കെ ഉണ്ട്. അപ്പോൾ വീട്ടിലാണെങ്കിൽ ഇപ്രാവശ്യം ഓണമില്ല. അവിടെ അമ്മാമ്മ ഒരു അച്ഛൻ്റെ ഒരു ഇളയമ്മ മരിച്ചിട്ട് ഞങ്ങൾക്ക് ഓണമില്ല അവിടെ കേട്ടോ. ഇവിടെ നമുക്കുണ്ട്. അപ്പോൾ അവിടെ അതുകൊണ്ട് അമ്മയ്ക്ക് അതിൻ്റെ ആവശ്യമില്ല, പൊട്ടിക്കാനൊന്നും പോകണ്ട. പക്ഷെ എനിക്ക് വേണ്ടിയിട്ട് അമ്മ രാവിലെ തന്നെ പോയി തുമ്പപ്പൂവൊക്കെ പൊട്ടിച്ച് അച്ഛൻ്റെ കയ്യിൽ കൊടുത്തയച്ചതാട്ടോ. അച്ഛനാണെങ്കിൽ അത് ഈ വഴിക്ക് വരുന്നത് ഭയങ്കര ചുറ്റലാണ്, എന്നാലും ആൾ കൊണ്ടു തന്നു കേട്ടോ. പിന്നെ നമുക്ക് ഞാൻ പറയാറുണ്ട് 2 ദിവസം കൂടുമ്പോൾ മറ്റേ കുഴൽക്കിണറായത് കാരണം വെള്ളം അവിടെ നിന്ന് ഡയറക്റ്റ് പിടിച്ചിട്ട് ഞാൻ 2 വലിയ ബക്കറ്റിൽ നിറച്ച് വെക്കാനും കുടിക്കാനൊക്കെ ഉള്ളത്. അത് വല്ലാത്തൊരു പണിയാണ്. ഇപ്പോഴാണെങ്കിൽ ഇവിടെ ഈ വാഴ ഇതൊക്കെ നിറഞ്ഞ ആകെ കാട് കയറിയാൽ നിൽക്കുന്നത്. അതെ, എൻ്റെ കോലം കണ്ടിട്ട് ആരും പേടിക്കൊന്നും ചെയ്യരുതട്ടെ. ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല, നല്ല പണിയായിരുന്നു. അടിക്കലും തുടയ്ക്കലും കോരലൊക്കെ ആയിട്ട് നല്ല പണിയായിരുന്നു. പിന്നെ അതുമല്ല വെള്ളമൊക്കെ പിടിച്ച് ഞാൻ പറയാറുണ്ടല്ലോ 2 ദിവസം കൂടുമ്പോൾ വെള്ളം പിടിച്ച് വയ്ക്കേ. അപ്പോൾ ആ വെള്ളമൊക്കെ പിടിച്ച് വയ്ക്കാൻ നിന്ന്. പിന്നെ അച്ഛൻ വന്നിട്ട് വേറെ ഒന്നും അല്ല കേട്ടോ, തുമ്പപ്പൂ കൊണ്ടുവന്നത് ഓണം കൊള്ളാനായിട്ട്. നമ്മുടെ ഈ ഏരിയയിലേ എവിടെയൊക്കെയാണ് ഉള്ളതെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ അങ്ങോട്ട് ദൂരേക്കൊക്കെ പോകേണ്ടി വരും. അപ്പോൾ കണ്ണനെയും കൊണ്ട് പോയിട്ട് എനിക്ക് അതൊക്കെ പൊട്ടിക്കാന്ന് വെച്ചാൽ ഇത്തിരി പാടാം. അപ്പോൾ നമ്മുടെ അവിടെ എന്ന് പറഞ്ഞാൽ ഈ പാടവും പറമ്പൊക്കെ അല്ലേ. അപ്പോൾ അവിടെ നിന്ന് അമ്മ രാവിലെ തന്നെ അവിടെ വീട്ടിൽ ഓണമില്ല കേട്ടോ. പ്രാവശ്യം അച്ഛൻ്റെ ഇളയമ്മ മരിച്ചിട്ടേ അവിടെ ഓണമില്ല. അപ്പോൾ അമ്മ എനിക്ക് വേണ്ടി പോയി തുമ്പപ്പൂവൊക്കെ പൊട്ടിച്ചിട്ട് വന്നു കേട്ടോ.
അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കാൻ പോകാനായിട്ട് വയർക്കണു ആകെ പണിയൊക്കെ എടുത്തിട്ട്. അപ്പോൾ വയർപ്പ് മാറാനായിട്ട് കുറച്ച് നേരം ഒന്ന് ഇരിക്കാമെന്ന് വെച്ചതാണ്. അപ്പോൾ അത്രയും തന്നെ വെറുതെ ഇരിക്കേണ്ട, എന്തായാലും കണ്ണൻകുട്ടിക്ക് ഒന്ന് എക്സസൈസ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ, ഈ കാല് നമുക്ക് ട്രൗസറൊക്കെ ഇടിക്കാനായിട്ടേ ഒട്ടും അങ്ങോട്ട് നമുക്ക് അകത്തേക്ക് കിട്ടണില്ല. നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ കിട്ടും. ഇവിടുത്തെ ഹിപ്പ് ഉണ്ടല്ലോ, ഈ ഹിപ്പ് ഭാഗം തള്ളി നിൽക്കുക, ഇങ്ങോട്ട് തള്ളി അതിൻ്റെ എല്ലാം ഉള്ളിലേക്ക് കയറിയോ എന്നൊരു സംശയമുണ്ട്. ആ ഒരവസ്ഥയിൽ നിൽക്കണം, അങ്ങോട്ടേക്ക് ആവണില്ല. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാന്നുള്ളത് മാക്സിമം തെറാപ്പി കൊടുക്കുക. ഇപ്പോൾ കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ തന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സ്ട്രെച്ചിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ നോക്കുക. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ. പിന്നെ വേറെ ട്രീറ്റ്മെൻറ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ കണ്ണിന് ഇത്രയധികം എന്തോരം പെയിൻ തിന്നു. എന്നിട്ട് അതിൻ്റെ ബലമായിട്ട് കിട്ടിയതോ വലിയ പെയിൻ. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ ആകെ ഒരിതാ. എന്തായാലും നമുക്ക് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് മുന്നോട്ട് എങ്ങനെയെങ്കിലും പോകാനായിട്ട് നോക്കാന്നുള്ളത് മാത്രമേ ഉള്ളത്. അപ്പം ഞാൻ എന്തായാലും വയർപ്പ് പറ്റണം. ഞാൻ കുളി കഴിഞ്ഞിട്ട് ഇരിക്കാറ് കണ്ണൻ്റെ അടുത്ത് തെറാപ്പി ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പം ഇപ്പോൾ കുറച്ച് എന്തായാലും വയർപ്പ് പോകാനായിട്ട് ഇരിക്കണം. ഈ വയർത്തിരിക്കുമ്പോൾ പോയി കുളിച്ച് കഴിഞ്ഞാൽ പണി കിട്ടേ. അപ്പം ഞാൻ എന്തായാലും കുറച്ച് നേരം ഒന്ന് ഇരിക്കുമ്പോൾ സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്നില്ല. സ്ട്രെച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് കിട്ടണ്ടേ, ഇവിടെ കിട്ടുന്നില്ല, തീരെ കിട്ടുന്നില്ല. എൻ്റെ മാക്സിമം ആരോഗ്യം ഞാൻ എടുക്കുന്നുണ്ട്. ഇത് കിട്ടുന്നില്ല, ഓടിച്ച് കളയാൻ പറ്റില്ലല്ലോ സ്ട്രെച്ചിങ് എന്ന് പറഞ്ഞിട്ട് കണ്ണച്ചിരിക്കണം. കുറേ നേരമായിട്ട് ആക്കുമ്പോൾ കുറച്ച് കിട്ടുവേ. പക്ഷെ നമ്മളിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കിടക്കുന്ന ഇതിൽ ട്രൗസറൊക്കെ ഇടിക്കാൻ നോക്കുമ്പോഴേ, ട്രൗസറൊക്കെ അടിക്കുമ്പോൾ അവന് ഇവിടെ ഒരു വേദനയാണ്, ഈ എല്ലിൻ്റെ ഇവിടെ ഒരു അടിഭാഗത്തൊരു വേദനയാണ്. നമുക്കത് അറിയാം. അങ്ങനെ ആകുമ്പോൾ ഇങ്ങനെ ഒരു ഞെട്ടല്ല, അങ്ങനെ അവൻ ഞെട്ടും വേദന എടുത്തിട്ടേ. പക്ഷെ എൻ്റെ അടുത്താകുമ്പോൾ ഞാൻ എന്തൊക്കെ ചെയ്യാൻ നിന്നാലും ആളെൻ്റെ അടുത്ത് സഹകരിക്കും കേട്ടോ. പക്ഷെ വേറെ ആരുടെ അടുത്ത് സഹകരിക്കില്ല. ഹലോ, വേദന ഇല്ല, അമ്മ പിടിച്ചിട്ടുണ്ട്. ഞാനിക്കുന്നുണ്ടാ കുട്ടിക്ക് ഇല്ല ഏട്ടാ. ആ ഭാഗത്തേക്ക് അവന് ഒരു ചെരിവ് വന്നു. ഈ ഭാഗം ഇത്രയ്ക്കൊന്നും ഉണ്ടായിരുന്നില്ല ഏട്ടാ. ഉണ്ടായിരുന്നു, കണ്ണന് ഉണ്ടായിരുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്, ഉണ്ടായിരുന്നു. പക്ഷെ ഇതിപ്പോൾ 2 വർഷം കൊണ്ട് ആകെ തവിട് പൊടി പസമെന്ന് പറഞ്ഞാൽ അതുപോലെ ആയിട്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ശ്രദ്ധിച്ചിരുന്നില്ല എന്ന് തന്നെ വേണം പറയാൻ. ശ്രദ്ധിച്ചിരുന്നില്ല എന്നല്ല, നമ്മൾ ചെയ്തിരുന്ന കാര്യത്തിൽ മാത്രം വിശ്വാസം അർപ്പിച്ച് നിന്നു. ബാക്കിയൊക്കെ അതിൽ തന്നെ ശരിയാവുമെന്ന് പ്രതീക്ഷിച്ച് നിന്നു. അപ്പം എൻ്റെ ശ്രദ്ധയും കുറച്ച് ഇങ്ങനെ എന്താ പറയുക, അത് ശരിയാവും, അതങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, അതിൽ ശരിയാവും തന്നെയായിരുന്നു നമ്മുടെ പ്രതീക്ഷയെ. പക്ഷെ അതിൽ പണിയായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നിരുന്നത്. ഇതൊക്കെ നല്ല വേദനയാട്ടെ ഇങ്ങനെ ആക്കുമ്പോൾ. പക്ഷെ നമ്മൾ ഇങ്ങനെ ആക്കുമ്പോഴത്തെ വേദന അവന് സഹിക്കാവുന്ന വേദനയാണ്. ഈ ട്രൗസറൊക്കെ ഇടിക്കുമ്പോൾ ഭയങ്കര പ്രശ്നമാണേ. കാലായിട്ട് തരാം അമ്മയ്ക്ക്. കണ്ടാൽ ഇങ്ങനെ അവൻ വലിക്കുമ്പോൾ ഭയങ്കര പെയിനാണ്. കാരണം അങ്ങോട്ട് നോക്ക്, കാരണം പിന്നെ ഈ സൈഡ് മാത്രം തിരിഞ്ഞ് കിടന്നേ അവൻ്റെ ആ ഭാഗത്തേക്കും ആകതെ കണ്ട. ഞാൻ ഈ കാല് പിടിക്കുമ്പോൾ അവന് പെയിൻ കൊണ്ടാണ്. പക്ഷെ എൻ്റെ അടുത്താകുമ്പോൾ അവൻ ചിരിക്കുള്ളൂ കേട്ടോ. പക്ഷെ അവൻ പെയിൻ കൊണ്ടാണ് അവനിങ്ങനെ ഞെട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ അകത്തുമ്പോൾ അവൻ വേദന എടുത്തിട്ടാണ് അങ്ങോട്ട് പോകുന്നത്, ഞെളിപിരി കൊണ്ട് അങ്ങോട്ട് പോകുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ട്രൗസർ ഇടിക്കാൻ നോക്കുമ്പോഴും അവൻ്റെ കാല് പിടിക്കുമ്പോൾ അവൻ അങ്ങോട്ടൊരു പെയിനാ വരും. നമുക്കത് കാണുമ്പോൾ സഹിക്കില്ല കേട്ടോ, അതുപോലെയാ. പക്ഷെ എൻ്റെ അടുത്ത് ഞാൻ ചെയ്യുമ്പോൾ ആള് ഓക്കെയാണ്, ആൾക്കൊരു കുഴപ്പമില്ല, ആള് ചിരിച്ചിങ്ങനെ നിൽക്കുള്ളേ. പക്ഷെ നമുക്കറിയാം അവൻ്റെ പെയിൻ. ഇത് നോക്കി ഇങ്ങനെ ഇരിക്കണം, കാലൊക്കെ ഒരു ഷേപ്പില്ലാണ്ടേ ആയിപ്പോയി എന്ന് പറയില്ലേ, ആ ഒരവസ്ഥയിലായിപ്പോയി. ഇവിടെ ഏതോ ഈ സൈഡാന്ന് തോന്നുന്നു ഹിപ്പ് ഇവിടെ തള്ളി ഇല്ല കണ്ടാ. ഈ ഭാഗമൊന്നും തൊടാൻ പറ്റുന്നില്ല കൊച്ചിന്. നമ്മളിങ്ങനെ അകത്തുമ്പോൾ വേദന കൊണ്ടാണ് കേട്ടോ കാണിക്കുന്നത്. പക്ഷെ നമ്മളിങ്ങനെ സ്ട്രെച്ച് ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിലുണ്ടല്ലോ, ഇത് ഇനിയും പ്രശ്നത്തിലേക്ക് പോവുള്ളൂ. ഇല്ല കണ്ണാ, ഇല്ല
എൻ്റെ അടുത്താകുമ്പോൾ അവൻ ശരിക്കുള്ളൂ ആ വേദന എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും കരയാൻ പോവാന്ന്. പക്ഷെ ഇതന്നെയാണ് നമ്മൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവൻ കരയും കേട്ടോ. ഇല്ല 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 മാക്സിമം നിങ്ങളിപ്പോൾ വിചാരിക്കും ഞാൻ അവനായിട്ട് ബുദ്ധിമുട്ടിപ്പിക്കുകയാണെന്ന്. പക്ഷെ ഞാനിപ്പോൾ 2 വർഷം അവനെ ബുദ്ധിമുട്ടിപ്പിക്കാതിരുന്നതിന്റെ ബലാണ് ഇപ്പൊ ഞാൻ ഇവനിൽ ഇങ്ങനെ കാണുന്നത് ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിട്ട് കാണുന്നത്. 2 വർഷം ഞാൻ അവന് ഇങ്ങനത്തെ രീതിയിലൊന്നും ഞാനായിട്ട് അവനെ ബുദ്ധിമുട്ടിപ്പിച്ചും കൊണ്ട് ഞാനത് തെറാപ്പി ഞാൻ ചെയ്തിരുന്നില്ല. കാരണം നമ്മൾക്കെല്ലാം ഒരു പ്രതീക്ഷയായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ ഇനിയും അവന് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നല്ല പണിയായിരിക്കും കിട്ടുക. കാരണം അവൻ ഇമ്പ്രൂവ്മെന്റ്സിനേക്കാളും ഉള്ള അതുപോലും അവൻ്റെ പോയിരിക്കുക ഇങ്ങോട്ട് പെയിനായി ബോഡി അനക്കാൻ പറ്റാത്ത വിധത്തിലായി കൊച്ചിന്. അവന്റെ ആ വളഞ്ഞൊടിഞ്ഞ പൊസിഷനിൽ വെക്കുമ്പോൾ മാത്രം അവന് സുഖമുള്ളൂ. അവന്റെ സ്ട്രൈറ്റ് ആയിട്ടുള്ള പൊസിഷനിലേക്ക് അവനെ കൊണ്ടുവരുമ്പോ അവന് ഫുൾ ബോഡി പെയിനാണ്. ശരിക്ക് മതി 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 മതി. അവിടെ വളഞ്ഞു പോണണ്ട, ആ സൈഡ് അങ്ങോട്ട് വളഞ്ഞു പോയി. നമ്മ എത്രേ പിടിച്ചാലും അവൻ അങ്ങോട്ട് തന്നെ വളഞ്ഞ് പോവാ. അപ്പോൾ ഇവിടെതായിരിക്കണ ഇതുണ്ടല്ലോ, അത് എൻ്റെ കാലിടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതായിരുന്നേ. ഇന്നലെ നൈറ്റൊക്കെ ഞാൻ നിർബന്ധിപ്പിച്ച് അത് ഇട്ടോട്ടാ. പക്ഷെ അല്ലെങ്കിൽ ഞാൻ ഉറങ്ങിക്കഴിയുമ്പോൾ ഞാൻ ഇടാറുണ്ട്. നൈറ്റ് ആകുമ്പോഴേക്കും നേരം വെളുക്കുമ്പോഴേക്കും ആളതൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ കാലെടുത്തൊക്കെ കളയും. ഇഞ്ചി ഉണ്ടാ. പക്ഷെ എത്രയൊക്കെ വേദന എടുത്താലുണ്ടല്ലോ, ഞാൻ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒക്കെ അവൻ ചിരിക്കുള്ളൂ. ആദ്യം പറഞ്ഞാൽ ആ ചിരിയായിട്ട് നമുക്ക് വിഷമം ഉണ്ടാക്കാം അല്ലേ അണ്ണാ? ഈ കാല് കണ്ടോ, ഈ കാല് നമുക്ക് മാക്സിമം ഇവിടെ വരെ കിട്ടും. പക്ഷെ ഈ കാല് എപ്പോഴും ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ പോവുള്ളൂ. നമ്മൾ ആദ്യം സർജറി ഒക്കെ ചെയ്ത് തെറാപ്പി ഒക്കെ ചെയ്ത് ഒരുവിധമൊക്കെ ഓക്കെ വന്നതായിരുന്നു. ഇപ്പം ആദ്യം കണ്ട ഈ ഒരു ഇത്രയും പോവുള്ളൂ. ഇവിടെ മുട്ടില്ല കണ്ട, ഇത്രയും പോവുള്ളൂ. ഇവിടെ താഴത്തേക്ക് മുട്ടില്ല, ഇത്രയും ഇങ്ങനെ നിൽക്കുള്ളൂ. മുട്ടിക്കാണെങ്കിൽ തന്നെ കണ്ട ഒരു ഷേപ്പ് ഇല്ലാണ്ട് ഇവിടെ എന്തോ ഹിപ്പ് തള്ളി നിൽക്കുന്ന പോലെ. അപ്പൊ കണ്ട ഇങ്ങനെ നിൽക്കുന്ന ഒരു ഷേപ്പ് ഇല്ലാണ്ട് ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ ഉച്ചക്കലത്തെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. അല്ല കണ്ണൻകുട്ടീനെ ഇവിടെ അവൻ്റെ കട്ടിലിൽ കിടത്തിയിട്ട് TV വെച്ചിട്ടുണ്ട്. ഞാനപ്പോൾ മെഷീനൊക്കെ അവിടെ നിന്ന് എടുത്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് അപ്പോൾ കണ്ണൻ എനിക്കിങ്ങനെ തൊട്ടിരിക്കാലോ അല്ലെ. കണ്ണനാണെങ്കിൽ മറ്റേ നമ്മൾ സിനിമ കണ്ടിട്ടേ അതിൽ ഏത് ഭാഗമായിടാ മറ്റേ ഇന്നസെൻ്റ് കോളേജിൽ വരുന്ന ഭാഗം ഉണ്ടല്ലോ, അപ്പം അതിലൊരു ഓട്ടോ ചാട്ടൊക്കെ ഉണ്ടല്ലോ, അത് കണ്ടിട്ട് ഭയങ്കര ചിരിയായിട്ട് കിടക്കുക ഇവിടെ അല്ലേ കാണാ. ഇപ്പം സമയം ഒരു 2 മണി ആവാറായിട്ടോ. ഭക്ഷണം കഴിക്കലും എല്ലാം കഴിഞ്ഞ് കണ്ണന് കൊടുക്കലും എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ 2 മണി. സമയം ഇങ്ങനെ ഓടിയാണ് പോണത്. എന്താ പറയുക, ഒരു കാര്യത്തിന് നേരമില്ല എന്ന് പറഞ്ഞാൽ ഒന്നിനും നേരമില്ല. ഫോണങ്ങ് കയ്യിലെടുത്താൽ പിന്നെ പറയണ്ട. പിന്നെ അപ്പം അതിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ഉണ്ടാവില്ല ചെയ്യാനായിട്ട്. റീൽസൊക്കെ എഡിറ്റ് ചെയ്യില്ല, വീഡിയോസ് എഡിറ്റ് ചെയ്യില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് വരുമ്പം ഫോൺ എടുത്താൽ പിന്നെ നേരം പോകണമെന്ന് അറിയില്ല. അപ്പം ഞാൻ പരമാവധി ഫോൺ നീക്കി വെച്ചേക്കാം, അല്ലെങ്കിൽ എൻ്റെ ഈ വക പണികളൊന്നും നടക്കില്ല. അപ്പം ഞാൻ കുറച്ച് ഒന്നുമല്ല കേട്ടോ, നമ്മുടെ മറ്റേ അന്ന് ഞാൻ പറഞ്ഞ ഫ്രോക്കൊക്കെ തയ്ച്ച് കഴിഞ്ഞു കേട്ടോ. കല്യാണിക്ക് എനിക്ക് ഒരുപോലത്തെ അത് തയ്ച്ച് കഴിഞ്ഞു. അത്യാവശ്യം കുഴപ്പമില്ലാണ്ടൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതിപ്പോൾ നമ്മളിങ്ങനെ വീട്ടിലിടുന്നതൊക്കെ ഷേപ്പ് അടിക്കാനും അങ്ങനെയൊക്കെ അത് കുറച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എല്ലാം നാളെ ചെയ്യാമെന്ന് വിചാരിച്ചിങ്ങനെ മാറ്റി വെച്ചിട്ട് ഇപ്പം ഇങ്ങനെ കുറേ എണ്ണം ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ഷേപ്പ് അടിക്കാനും അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ ഷോൾഡർ കെട്ടാനും അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചെയ്തും കൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് കിടക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കണ്ണനെയും കൊണ്ട്. ഇന്നലെയും പിന്നെ ഞാനൊന്നും അങ്ങനെ കിടക്കാനൊന്നും പറ്റിയില്ല, കിടന്നില്ലേ ഞങ്ങൾ. ആ നേരത്ത് ഞങ്ങൾ എന്നിട്ട് എടുത്ത് ഞാൻ കണ്ണാ, ആ നേരത്ത് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി റീൽസൊക്കെ എടുത്തല്ലേ കണ്ടപ്പിയെ. റീൽസൊക്കെ എടുത്തില്ലേ നമ്മൾ. ഇന്ന് ഞാൻ വിചാരിച്ചു ഇന്ന് റീൽസൊന്നും എടുക്കാൻ നിൽക്കണില്ല. തേങ്ങ ഡ്രസ്സൊക്കെ മാറി ഇതൊക്കെ എടുത്ത് വരുമ്പോഴേ വിയർക്കണം. ആരും എടുത്തു തരാനില്ലല്ലോ. അപ്പം ഞാൻ ട്രൈപോഡ് വെച്ചിട്ട് തന്നെയാണ് എല്ലാം ചെയ്യുന്നത്, റീൽസ് എടുക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നതേ.
അപ്പോൾ വല്ലാത്ത പണിയാ റീൽസ് എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ എടുത്തു തരാനുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് പോസ് ചെയ്താൽ മാത്രം മതി. ഇതല്ലല്ലോ, ഇത് ട്രൈപ്പോഡ് എടുത്തിട്ട് കൊണ്ടുവന്ന് വെച്ച് പിന്നെ അത് കണ്ണനെടുത്തുകൊണ്ട് വന്ന് എൻ്റെ അമ്മ നടു ഒടിയും. അപ്പം ഞാൻ വിചാരിച്ചു ആ വക പണികളും ഒക്കെ അവിടെ ഇരിക്കട്ടെ. ഇനിയിപ്പോൾ വൈകിട്ട് മറ്റേ നമ്മുടെ കാക്കേരിയപ്പൻ ഒരെണ്ണം കൂടെ വാങ്ങണം. കാക്കേരിയപ്പൻ തൃക്കാക്കരപ്പൻ ഉണ്ടല്ലോ, അത് ഒരെണ്ണം കൂടെ മേടിക്കണം ഓണം കൊള്ളാനായിട്ടേ. പിന്നെ മുട്ടിപ്പലകി അതൊക്കെ എടുത്ത് കഴുകിയൊക്കെ എടുത്ത് വെക്കണം. എവിടേക്കാണ് അവ ഇരിക്കുന്നത് മുട്ടിപ്പലകിയൊക്കെ, അതൊക്കെ എടുത്ത് കഴുകിയൊക്കെ വെക്കണം. അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട്, അതൊക്കെ വൈകിട്ടത്തേക്ക് ചെയ്യാം. അപ്പം ഞാൻ വേണ്ടതൊന്നും തയ്ക്കട്ടെ. കണ്ണുംകുട്ടി നല്ല ഇൻട്രസ്റ്റിൽ എടുക്കാം. പരസ്യം വന്ന കാരണം മുഖം ഒരു സുഖമില്ലാത്തത്. പരസ്യം മാറിയിട്ടാണ് ഇനി ബാക്കി ചിരിക്കാനായിട്ടുള്ള പരസ്യം മാറിയിട്ട് വേണം ചിരിക്കാനായിട്ട്. അപ്പം ഞാൻ അതൊന്ന് വേണം ചെയ്യട്ടെ കേട്ടോ. അപ്പം ഞങ്ങളെ വെറുതെ ഒന്ന് കിടക്കാന്ന് വെച്ചാൽ വന്നതായിട്ട് അങ്ങോട്ട് കിടക്കൽ 2 ദിവസമായിട്ട് ഞാൻ പറഞ്ഞില്ലുണ്ടായിരുന്നില്ല, റീൽസ് എടുക്കൽ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അവൻ ഇങ്ങനെ ഇരുത്തുമ്പോഴേ കാല് നിവർത്തി വയ്ക്കുമ്പോൾ നിവർത്തി വയ്ക്കുമ്പോൾ ഒരു പെയിനാണേ. അപ്പം ഞാനത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്ത് വേണം അവനെ നിവർത്തി നമുക്ക് എടുക്കുമ്പോൾ കാലം ഇരുത്തുമ്പോൾ ഈ ജോയിൻറ്റിൽ നമുക്ക് ഫുള്ളായിട്ട് നിവർന്ന് കിട്ടില്ല. നിവർത്തി ഓ ആ പെയിൻ വരുമ്പോഴാണ് ഈ വളഞ്ഞ് ഓടിയാനൊക്കെ തുടങ്ങുന്നത് അല്ലേ ജിറ്റാ? സ്വിച്ച് ഇടാമ്പോ അയ്യോ അച്ഛാ ഇങ്ങനെ വെക്കി, ചമ്മണം പടഞ്ഞ് വെക്കി. എന്നിട്ട് നമുക്ക് രാമനാമം ചൊല്ലിയേ. രാമനാമം ചൊല്ലാം. രാമ ആരോടെ അതാണോ? അതിട്ട് കൊടുക്കാം കാലിൽ. ഇത് കണ്ണന് പണ്ടത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. കണ്ണന് ഉണ്ടാക്കിയതാണ് കേട്ടോ. സർജറി ഒക്കെ കഴിഞ്ഞ സമയത്ത് കാലേ അകത്തി വെക്കണല്ലോ. നമ്മൾ സർജറി ചെയ്ത് ആ മസിൽസ് ഒക്കെ ലൂസാക്കിയാൽ മാത്രം പോരായിരുന്നു, അത് കാലകത്തി വെക്കുകയും കൂടെ വേണം. അപ്പം അങ്ങനെ പറഞ്ഞ് ഉണ്ടാക്കിപ്പിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ വേറെ മെറ്റീരിയലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെയിൻ ഉണ്ടാവുമല്ലോ സ്കിന്നിൽ തൊടുമ്പോഴൊക്കെ. ഇതാകുമ്പോൾ അപ്പോൾസ്ട്രി ആകുമ്പോൾ വലിയ കുഴപ്പമില്ലല്ലോ, ഇങ്ങനെ സോഫ്റ്റ് ആണല്ലോ മെറ്റീരിയൽ. അപ്പം അങ്ങനെ പറഞ്ഞുണ്ടാക്കിയത്. ആ സമയത്തൊക്കെ ഞാൻ ബലമില്ലേ, ആ സമയത്തൊക്കെ ഞാൻ റെഗുലറായിട്ട് ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ ഇങ്ങനെ സൂത്രങ്ങളൊക്കെ പഠിച്ചു. ഞാനിങ്ങനത്തെ അല്ല കേട്ടോ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായത്. പക്ഷെ ഇത് ഉണ്ടാക്കിയാൽ അവരുടെ ഇഷ്ടപ്രകാരം ഇങ്ങനെ ഉണ്ടാക്കി. പക്ഷെ ഇത് യൂസ്ഫുൾ ആണ്, നല്ല രീതിയിൽ യൂസ്ഫുൾ. നമ്മൾ അങ്ങനെ ഗൂഗിളിൽ നമുക്ക് ഇതിനെ പറ്റുന്ന വലിയ ഐഡിയ ഇല്ലല്ലോ. ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ട് വേറൊരു മോഡലാണ് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഉണ്ടാക്കിയ ആളുടെ ഐഡിയയിൽ ഇങ്ങനെ ഉണ്ടാക്കി. ഇത് നല്ല യൂസ്ഫുൾ തന്നെയാണ്. കാലിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ട് ഇവിടെ ഇങ്ങനെ ജാമായിട്ട് ഇരുന്നോളേ. പക്ഷെ നമ്മളുടെ കാല് നമ്മൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ നിന്ന് മാറിയിട്ട് വേറെ രീതിയിൽ കൊണ്ടുവന്ന് വെച്ചപ്പോൾ നമ്മൾ സ്ട്രൈറ്റ് ഇങ്ങനെ വെക്കുന്ന ആളുകളാണ്. നമ്മളുടെ കാല് രാത്രിയിലൊക്കെ മുഴുവൻ അങ്ങോട്ട് ഇങ്ങനെ അകത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് ടാപ്പ് ചെയ്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ ഒരവസ്ഥയാണ് കണ്ണന് കംഫർട്ടബിൾ ക്രോസ് ചെയ്ത് വെക്കുന്നതാ. അത് സ്ട്രൈറ്റ് ആക്കി വെക്കുമ്പോൾ ആൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ആൾക്ക് അങ്ങനെ വരുമ്പോൾ ആൾ രാത്രിയിലൊക്കെ ആകെ അടച്ചിലേക്ക് വന്നാലും ഞാൻ നല്ല ഉറങ്ങിയെന്നൊക്കെ കണ്ട അങ്ങനെയൊക്കെ ചെയ്യുന്നില്ല. ഞാൻ നിർബന്ധിപ്പിച്ച് ഞാൻ കിടക്കണ്ടേ മുമ്പ് ഞാൻ പറഞ്ഞു ഇട്ടേ പറ്റുള്ളൂ കണ്ണാന്നൊക്കെ പറഞ്ഞ് ഇടിച്ചൊക്കെ കൊടുത്തു. എന്നിട്ടോ ഓരോർക്കം കഴിഞ്ഞപ്പോഴേ ഈ സാധനത്തിൻ്റെ മുകളിലിരിക്കുന്ന എന്നിട്ട് അവൻ തലയും കുത്തി കൊടുക്കും. കാല് മുകളിലും അവനിവിടെ കിടക്കുമ്പോൾ ആളുടെ ബോഡി ഇവിടെയും കാലിതിൻ്റെ മുകളിലും അങ്ങനെ ഇതിനുള്ളിൽ വലിച്ചൊക്കെ എടുത്തുകൊണ്ട് അതിന് മുകളിൽ കയറ്റി വെച്ചാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇവന് ആകെ തലയും വാലൊക്കെ ഇല്ലാണ്ടൊക്കെയാണല്ല കിടക്കണേ, എന്തൊക്കെയോ ഒന്ന് കാണിച്ചു കൊടുക്കണേ എന്നൊക്കെ കരുതി. അല്ലേ കുറച്ച് നേരമായിട്ട് ഞങ്ങളിവിടെ തുടങ്ങിയിട്ട് അഭ്യാസങ്ങൾ എക്സസൈസൊക്കെ ചെയ്യിച്ചു. കുറേ നേരം അത് തന്നെ ഇരുത്തുമ്പോൾ ഇതാണ് പ്രശ്നം. മടക്കുമ്പോൾ ഈ കാല് മുഴുവൻ താഴത്തോട്ട് വരില്ല, നിവർത്തുമ്പോൾ ഈ കാല് മുഴുവൻ പോകും, ഈ കാല് മുഴുവൻ വരില്ല. അപ്പോൾ ഇവിടെ ഒരു പിടുത്തുണ്ട്, ആളുടെ ഹിപ്പിൽ ആൾക്കൊരു പിടുത്തുണ്ട്. ആ പിടുത്താണ് നമുക്ക് അവിടെ നിന്ന് റിലീസ് ചെയ്ത് കിട്ടുന്നത്. അത് റിലീസായി കിട്ടിയാൽ മാത്രമേ ഈ സംഭവങ്ങളൊക്കെ റെഡി ആവുള്ളൂ. അപ്പം അതിന് ഇനിയിപ്പോൾ എന്താണെന്നുള്ളതൊക്കെ ചെറിയ രീതിയിൽ നമുക്ക് ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം, ട്രൈ ചെയ്യാം. അത് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്നാലും എനിക്ക്
പറയാ, എനിക്ക് സത്യം പറഞ്ഞൊരു കുറ്റബോധത്തിലായിരിക്കണം. ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ മാറ്റി വെച്ചിട്ട് ഇപ്പം ഇവൻ്റെ ഇതിന് വേണ്ടി മാത്രം ഇങ്ങനെ ഇരിക്കും ഓരോ കാര്യങ്ങൾ. എല്ലാ അമ്മമാരും അങ്ങനെയാണ്. അല്ല, എൻ്റെ കാര്യങ്ങൾ അങ്ങനെയല്ല. നമുക്ക് ജീവിക്കാനുള്ള മാർഗങ്ങളും കൂടെ നോക്കണമല്ലോ. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ പോലും ഞാൻ മാറ്റി വെച്ചിട്ട് ഇപ്പോൾ ഫുൾ ടൈം എനിക്ക് ഇവൻ്റെ കൂടെ ഇരിക്കണം. അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഒന്നേ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കൈ കൊണ്ട് ടച്ചിങ് പോലും ഇവിടെ മസിൽസ് ബിൽഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. വെറുതെ ഒന്ന് ടച്ച് ചെയ്താൽ പോലും നമ്മളുടെ കാലിലൊക്കെ പ്ലാസ്റ്ററൊക്കെ ഇട്ട് ഇരിക്കുന്ന ഒരു കാലൊക്കെ ചിലപ്പോൾ കുറേ നാൾ പ്ലാസ്റ്ററൊക്കെ ഇട്ടിരുന്നു കഴിഞ്ഞാൽ ആ കാലിനൊക്കെ ചിലപ്പോൾ ഒരു ശോഷിപ്പാൻ എന്നാണ്ടേ യൂസ് ചെയ്യാണ്ട് വരുമ്പോൾ അങ്ങനെയൊക്കെ വരും. അതുപോലെ തന്നെയാണ് ഇവരുടെ കാല്. ഇവരായിട്ട് യൂസ് ചെയ്യുന്നില്ല കൈയും കാലും ബോഡിയൊന്നും പാർട്സ് ഒന്നും. അപ്പം നമ്മളായിട്ടെങ്കിലും ഇത് എനിക്ക് കൊടുക്കത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവരിവിടെ എവിടെ വെക്കുന്നു അവിടെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം അവരോ ചെയ്യണില്ല. അപ്പം നമ്മളെങ്കിലും ഇങ്ങനെ അകത്തി എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക, എപ്പോഴും അവരെ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് മെയിനായിട്ട്. അപ്പം അതൊക്കെ ഞാനിപ്പോൾ ചെയ്യാറുണ്ട്. അങ്ങനെ വലിക്കല്ലേ രണ്ടാത്തിയെ വേണ്ട, വെറുതെ ഞാൻ പറഞ്ഞപ്പോൾ നിർത്തുന്നില്ല. അത് ഇങ്ങനെ വലിക്കുമ്പോൾ വീഡിയോയിൽ കേൾക്കുമ്പോൾ വിചാരിക്കും അയ്യോ ഈ കണ്ണന് തീരെ വലിയ കപക്കെട്ട് കുറുങ്ങലാണ്. അതൊന്നും അല്ലാതെ മൂക്കിട്ട് വെറുതെ കാണിക്കുന്ന അഭ്യാസം മാട്ടത് അല്ല. ഇപ്പൊ നമുക്ക് മൂക്കടപ്പാണ് വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഷൗട്ട് ചെയ്യുമ്പോൾ നിൽക്കുമോ? അത് അഭ്യാസം അട വറക്കണത് അല്ലേ? എന്തോ പറഞ്ഞു അതൊക്കെ പോയി കഴിയുന്നത്. എടുക്കാൻ കുറച്ച് നേരം കുറെ നേരമായി, ഒരു 3/4 മണിക്കൂറായിട്ട് ഞാനിങ്ങനെ വന്നിരുന്നുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യണേ. അപ്പോൾ 3/4 മണിക്കൂറിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ക്ഷീണം. ഈ ക്ഷീണത്തിന് കാണാൻ ഒരു 1/2 മണിക്കൂർ ഉറങ്ങും അല്ലേ? 1/2 മണിക്കൂർ ഉറങ്ങും. ഈ കാലിങ്ങനെ മടി ഇങ്ങനെ കാണുമ്പോഴേ എടുക്കാൻ കൊതിയാവാം മനുഷ്യന്. ആഹാ എന്ത് ഈ ആനക്കുട്ടി പോലത്തെ അമ്മ കാലിൽ കയറി കിടന്ന് കാലൊടിച്ചെടുക്കാൻ വെച്ചിട്ടുണ്ട്. എന്നാലും പറ്റുന്നില്ലടാ കണ്ടിട്ട്. അയ്യോ കുഞ്ഞിക്കാലിൽ കൂടെ തുറന്നിട്ട് ഞാൻ ഇത് വാവാട്ടിയാടാ പൊന്നെ, വാവാട്ടിയാടാ അങ്ങനെ കൊട്ടിത്താ കേട്ടോ. അയ്യോ ക്യാമറ ഓണാ. ഞങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങളാ അത്. അതിൽ ഞങ്ങൾ മാത്രം മതി അല്ലേ? ഞാൻ ക്യാമറ ഓഫ് ചെയ്യട്ടെ.